ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നത് പാലക്കാട് ടൗണിൽ ചെന്താമരയെ കണ്ടതായുള്ള സംശയത്തിന്റെ പേരിൽ 50 അംഗ പോലീസ് സംഘം അവിടെ പരിശോധന നടത്തുന്നു എന്നുകൂടി അറിയുന്നു. ശ്യാമപ്രസാദ് ഉത്തമൻ അതിന്റെ വിവരങ്ങൾ നൽകും. ശ്യാം, ഈ നഗരമേഖല കേന്ദ്രീകരിച്ചും പുതിയ സംഘം ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് അറിയുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ പറയുന്ന അറിയിപ്പുകളെ പോലീസ് ഗൗരവമായി എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, അതായത് പോലീസിന് ലഭിക്കുന്ന ഓരോ അറിയിപ്പുകളും കൃത്യമായ രീതിയിൽ ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നഗരത്തിൽ ഈ ചെന്താമരയെ കണ്ടതായിട്ട് സംശയം പ്രകടിപ്പിക്കുകയും അതേ തുടർന്ന് ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ആലത്തൂർ ഡിവൈഎസ്പി മുരളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പാലക്കാട് ടൗണിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. പാലക്കാട് ടൗണിലെ പ്രധാനപ്പെട്ട പരിസരങ്ങൾ, അതായത് ജില്ലാ ആശുപത്രി പരിസരം, അതോടൊപ്പം തന്നെ കാട് പോലെയുള്ള പ്രദേശങ്ങളിലും മറ്റുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിറ്റിയിലെ പ്രധാനപ്പെട്ട CCTV എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ CCTVകൾ ശേഖരിച്ച് അയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും നോക്കുന്നത്. 50 അംഗ സംഘമാണ് ഇപ്പോൾ പോലീസ് സംഘം പാലക്കാട് ടൗണിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നെന്മാറ പോലീസും ഇന്നലെ രാത്രി അടക്കം ഈ പ്രദേശം ഒട്ടാകെ ഈ ചെന്താമര പോയിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്ന ഇടങ്ങളിലൊക്കെ ഇന്നലെ നെന്മാറ പോലീസും അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് സംഘങ്ങളും ഒക്കെ ചേർന്ന് പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടൗണിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കണ്ടതായി ആളുകൾ പറയുകയും അതേ തുടർന്ന് ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നത്. പ്രധാനമായിട്ടും CCTV കേന്ദ്രങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ പാലക്കാട് ജില്ലാ ആശുപത്രി പരിസരത്തും പോലീസിൻ്റെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ടേക്ക് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ടേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നെന്മാറ പോലീസ് ഇവിടെ ബാരിക്കേഡും മറ്റുമൊക്കെ വെച്ച് ഈ മാർച്ചിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുപരിയായിട്ട് പോലീസ് സംഘം ഈ ചെന്താമരയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ഊർജിതമാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഒരു നാടിനെ നടുക്കിയ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ ഈ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മാതാവ് സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും വിവരങ്ങൾ നൽകിയത്. ഈ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാക്കും. സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നാടിനെ ആകെ ആശങ്കയിലാഴ്ത്തി ഇപ്പോഴും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കൊലപാതകിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്.